ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മൈലപ്പുഴയാണ്. ഇവിടുന്ന് വരിക്കുമുത്തം വരെ ഒന്ന് നടക്കുവാണ്. മിക്കവാറും വണ്ടിക്കായിരുന്നു പോക്ക്. ചേട്ടായിയുടെ കൈ വയ്യാത്തത് കൊണ്ട് നമ്മളിന്ന് നടക്കുവാണ്. 2 കിലോമീറ്റർ നടക്കാനുള്ളൂ. പണ്ടൊക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുള്ളതാണ്. നേരത്തെ ഈ വഴി മുഴുവനും ചരലുകല്ല് നിറഞ്ഞ വഴിയായിരുന്നു. ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ മുട്ടൊക്കെ പൊട്ടി നല്ല ചോരയൊക്കെ ഒഴുകുന്ന ഒരു പ്രകൃതമായിരുന്നു. ഈ വഴിയുടെ 2 സൈഡും അപ്പുറം ഇപ്പുറം എല്ലാം മലകളാണ്. മലയുടെ താഴ്വാരത്തിലായിട്ട് പുൽമേടുകളാണ്. അവിടെയൊക്കെ ഇപ്പം മലയിഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇവിടെയൊക്കെ മിക്ക വീട്ടുകാരും പശുവിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരാണ്. ഇതുണ്ട്, ഇത് മലയിഞ്ചി കൃഷിയാണ്. ഇതിങ്ങനെ മുകളിലേക്ക് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്കൂടെ എല്ലാം മേച്ചിപ്പുല്ലും പാറമ്പോതയും പാൽപ്പോതയൊക്കെ ഉണ്ട്. മേച്ചിപ്പുല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ എല്ലാവരും വീട് മേയാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് മേച്ചിപ്പുല്ല്. പാറമ്പോതയും പാൽപ്പോതയൊക്കെ പശുവിന് കൊടുക്കും. വഴി സൈഡിൽ കൂടെ എല്ലാം ഉണ്ട്. ചെറിയ ബ്ലോക്കുകളും എൻ്റെ വഴി സൈഡിൽ കൂടെ ഉണ്ട്. വഴി സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ അരുവികൾ കാണാം. മഴക്കാലത്ത് മാത്രമേ ഇത് കാണുകയുള്ളൂ. വേനൽക്കാലത്ത് ഇങ്ങനെയൊന്നുമില്ല. വേനൽക്കാലത്ത് ഇച്ചിരി വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണിത്. അക്കരെ മലയിലാണെങ്കിൽ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഈ കാണുന്നത് മേട്ടുകാപ്പിയാണ്. എന്താ ഒരു ചെറിയ ആടലോടകം. ഈ വഴി സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേരയുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ പേരയ്ക്കൊക്കെ പൊട്ടിച്ച് തിന്ന് എല്ലാവർക്കും കൊടുക്കുന്നതും മാങ്ങയും കണ്ണിമാങ്ങയൊക്കെ പറിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഉണ്ടോ കൂവ നിൽക്കുന്ന ഒരു ചെറിയ കണ്ടം പോലെ ഒരു സ്ഥലമാണ്. അവിടെ കൂവയുണ്ട്. വഴിയൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നടത്തം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് നടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. ഇതുണ്ടോ കുറച്ച് ഉണ്ടച്ചക്കകൾ. ഇത് ഇത്രയും വലുതാവുള്ളൂ. പിന്നെ വഴി സൈഡിൽ വെള്ളച്ചാട്ടം പിന്നൊരു വെള്ളച്ചാട്ടം. എൻ്റെ സൈഡിലൊരു വെള്ളില. അമ്മ കറമ്പി മോള് വിളമ്പി മൊക്കടെ മോളൊരു ചിന്തയിക്കോത. ഈ വഴി സൈഡിൽ കൂടെ എല്ലാം കാട്ടുചേമ്പ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൻ്റെ കൂമ്പ് കർക്കിടകത്തിൽ കറി വെക്കുന്നതാണ്. വേണ്ട പിന്നെയും വേറെ. ഇപ്പം നമ്മൾ വന്ന് ഇറങ്ങുന്നത് മെയിൻ റോഡിലോട്ടാണ്. ഇത് തൊടുപുഴ ചേലച്ചോട് റോഡാണ്. തൊടുപുഴയിൽ നിന്ന് ചേലച്ചോട്, പിന്നെ ചെറുതോണി കട്ടപ്പന പോകുന്ന വഴി അടിമാലിക്ക് പോകും. ചേലച്ചോടിൽ നിന്ന് തിരിഞ്ഞ് ഇത് തൊടുപുഴയ്ക്ക് പോകുന്ന വഴി. തൊടുപുഴയിൽ നിന്ന് എറണാകുളത്തും കോട്ടയത്തും ഒക്കെ പോകാനായിട്ട് ഇപ്പം എളുപ്പം വഴി ഇതാണ്. അപ്പം ഞങ്ങളുടെ നാടിൻ്റെ ഗ്രാമഭംഗിയാണ് ഞാൻ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ശേഖരിക്കുന്ന MCF. അപ്പോൾ ഈ ഗ്രാമഭംഗിയും ഹരിതാഭവും പച്ചപ്പും ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.